ആ റേസിംഗ് അടുത്തായിട്ട് ഓടിക്കാൻ പോകുന്നത് ഡ്രീമർ ഗെയിമിംഗ്. കാര്യമൊന്നുമില്ലെന്നാ അല്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാം നീ ഓടിച്ചിട്ട് പോ. എനിക്ക് ഇങ്ങനെ പറ്റില്ല, എനിക്ക് ഈ ബസ് ഒട്ടും പറ്റില്ലടാ. നീ ഓടിക്കളിയാ ഇവിടെ ഫ്രണ്ടിൽ ലിവർ ഉണ്ടോ ഈ സൈഡില്? അവരതുപോലെ അങ്ങനെ. പക്ഷെ ഇതവിടെ അത് തന്നെ ബ്രോ. ഇതാരെ കിക്ക് പോയിന്റ് അയച്ചേ? പ്ലീസ് ഇൻട്രൊഡ്യൂസ് സ്നൈപ്പൂട്ടൻ കട്ട വെയിറ്റിംഗ്. അത് തന്നെ. അത് തന്നെ. ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കുറച്ച് വളവില്ലാതെ സ്ട്രൈറ്റ് റോഡ് പോയപ്പോൾ ആറ്റിറ്റ്യൂഡ് കണ്ടോ മറ്റേ? അല്ല അവനൊക്കെ ഇവന് ആളാവാൻ വേണ്ടി മറ്റേ നിർത്തിത്തിരിക്കൂടാ. സൂപ്പർ. ഇതല്ല ട്രാക്ക് ഇതല്ല. അടിപൊളി. അത് തന്നെ. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനം. അതാ എൻ്റെ ഓണായി. എന്റെ ഓണായി കിടക്കുമായിരുന്നു ഞാൻ കളിച്ചപ്പോഴും. ഇതാണ് നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗെയിം പ്ലേ. താങ്ക് യു സോ മച്ച്. കുറേ ബോസ് PRs വന്നിട്ട് ബോസ് എണ്ണം ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇഗ്നോർ ചെയ്ത് വിടുന്നു. ഇതേ ഒരു നിങ്ങളെയാ ഇത് ഏത് കാർഡ്? ഇത് നൈസായിട്ട് ഞാൻ അടുത്തടുത്ത് കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ. ഇത് സുപ്രീം എക്സാ. ഇത് 5090 ആണോ? സുപ്രീം എക്സാ 5090. അയ്യോ സത്യമല്ലേ, 5 ലക്ഷം രൂപയാ കൈസ് ഈ കയ്യിലിരിക്കുന്നത്. 5 ലക്ഷം. എൻ്റെ അമ്മു, കയ്യിന്ന് കാണുന്ന താഴെ വീണോട്ടല്ലോ. ഇത് വർക്കിംഗ് കാർഡാണോ? ഇതെന്റെ കാർഡ് തന്നെയാണോ? ആണല്ലേ, ഓക്കെ. ഇതെന്റെ കാർഡ് തന്നെയാണോ? അപ്പൊ ഇത് എന്റെ കാർഡ് തന്നെ. അപ്പൊ എനിക്ക് ആർഡർ ചോദിക്കാൻ അത് അറിഞ്ഞില്ല കേട്ടാ. സ്വന്തം സാധനം ഓടിച്ചെന്നുള്ള കീർത്തപ്പേരായത്. അപ്പൊ അതിനകത്ത് ഇതല്ല വെച്ചേക്കുന്നേ. ഇതെല്ലാം ബാക്കി കൂളറാണോ? അപ്പൊ അതിനകത്ത് ബോർഡില്ലാത്തൊരു ഇത് മാത്രമാണ്. ഓ ഗൈസ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. അതിനകത്ത് നൂരിയാണ് വെച്ചിരിക്കുന്നത്. കൂടാ തട്ടിയിടല്ലേ. എന്തോ കണക്ഷൻസ് ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട് കിടക്കുന്നത്. ഈ കേബിൾസ് ഇത് RGBൻ്റെത് മാത്രം എടുത്തിട്ട് ഫാന് കറക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. RGBൻ്റെ ഈ സുപ്രീം എന്നുള്ള ഇത് മാത്രം ലൈറ്റ് അപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PC-ക്ക് തന്നെ സിങ്ക് ആക്കാം. ഈ ലൈറ്റ് നമ്മളെ മുന്നേ സിങ്ക് ആക്കിന്നില്ലേ, അതേപോലെ തന്നെ സിങ്ക് ആക്കിക്കാണ്ട് എന്തെങ്കിലും വാളിലോ എവിടെയെങ്കിലും അതാണ് ഗ്രാഫിക്സ് കാർഡാണ് ഇരിക്കുന്നത്. അത് നമ്മളെ 50 and 40 സീരീസിൽ മദർ ബോർഡിന്റെ സൈസ് വളരെ കുറച്ചിരിക്കണ്. ഇത്ര മാത്രമേ മദർ ബോർഡ് വരുന്നുള്ളൂ ഗ്രാഫിക്സ് കാർഡിന്റെ. ബാക്കി കംപ്ലീറ്റ് കേസിംഗ് ആണ്. മദർ ബോർഡ് വരിക ഈ ഒരു ഏരിയ മാത്രമാണ് മദർ ബോർഡ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കേബിൾ എടുത്തിട്ട് ഇതിപ്പോ ഈക്കേന്റെ വാട്ടർ ബ്ലോക്ക് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ആ വാട്ടർ ബ്ലോക്കുമ്പോൾ തന്നെയുള്ള ഒരു RGB ആണ് ഈ കത്തുന്നത്. അതൊക്കെ നമുക്ക് ഫുള്ളി കൺട്രോളബിൾ ആണ് ഫ്രം ദ ആപ്പ്.
ഇത് ഞാൻ ഇങ്ങനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ലൈറ്റ് അപ്പ് ചെയ്ത് കണ്ട് ഇത് മാത്രം ലൈറ്റ് ഇവിടെ ഉണ്ട് ലൈറ്റ് ഇതും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക റിങ്സ് ഉണ്ടല്ലോ പക്ഷെ അത് അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണും ഇതിന് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ അടുത്ത് എവിടെയെങ്കിലും അങ്ങനെ ഓക്കെ അത് സെറ്റാക്കി തന്നാ മതി. അപ്പൊ ഇത് മിസ്സാക്കണ്ട കാരണം ഞാൻ ഫ്യൂച്ചറിൽ അഥവാ നമുക്ക് വാട്ടർ കൂളിംഗ് വേണ്ട എന്റെ ഗ്രാഫിക്സ് കാർഡ് സ്വിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് കീപ്പ് ചെയ്യാനാണ്. കേസിംഗ് വേറെ കിട്ടൂല, ഇത് മേടിക്കാൻ കിട്ടുള്ളൂ, ഇത് മേടിക്കാൻ കിട്ടുള്ളൂ. സെറ്റ്. ഓക്കെ, അപ്പൊ വില്ലുമോൻ കുറെ നേരം കൊണ്ട് ചോദിക്കുന്നു, വില്ലുമോൻ എന്ത് ചെയ്യേ? വില്ലുമോനെ കൊടുക്ക. ചാറ്റ് സമ്മതിക്കുന്നില്ല, എന്നാ സംസാരിച്ചോ. എന്ത് സംസാരിക്കാൻ? എനിക്കറിഞ്ഞൂടാ, നീ സംസാരിച്ചോ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ പറയണേ, ക്യാമറ നോക്കടാ. ക്യാമറ ലൈറ്റ് അടിക്കുന്ന കണ്ണിലോട്ട് ലൈറ്റ് അടിക്കി കണ്ണാണ്ട് ഇവിടെ. എന്താ ചോദിക്കണേ? ആൾക്കാരുടെ സുന്ദരി ഗഡി എന്താ ഞാൻ ഫാൻസിനെ കൊണ്ട് നല്ല സംസാരില്ല. പക്ഷെ സിറ്റി കയറി ഇങ്ങനെ അല്ലല്ലോ. ഈ കണ്ണിക്ക് ലൈറ്റ് അടിക്കാൻ ചാറ്റില് അണ്ണന്റെ ആ 50-90 കാർഡ് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, നല്ല ബിസി. അപ്പൊ അണ്ണന്റെ പഴയ ബിസി എനിക്ക് തരണം. അത് കൊടുക്കുന്നുണ്ടോ? പുതിയത് തന്നാ മതി, മറ്റേത് തന്നാ മതി, ഇത് തന്നാ മതി, അവിടുത്തെ തന്നാ മതി. അപ്പൊ രണ്ടെണ്ണയില്ലേ? വീട്ടിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇവര് തുറന്ന ബിസിയാ. ആ ബിസി ഇപ്പൊ ഇവര് എടുത്തോണ്ട് പോകും. അപ്പൊ എറണാകുളത്തുണ്ടല്ലോ ഒരു ബിസി. അപ്പൊ നാട്ടിൽ പോകുമ്പോ സ്ക്രീൻ ചെയ്യണ്ടേ? ചെയ്യണ്ട, ഒരെണ്ണം മതിയില്ലേ? എന്നിട്ട് രണ്ടെണ്ണൊക്കെ രണ്ട് പീസ് വേണം. ബിസിക്ക് മതി ശരിക്കും. പറയടാ, ഒന്നും പറയല്ലേ. ഇൻട്രോവേർട്ടുള്ള നൈപ്പൊക്കെ ഓടി രക്ഷപ്പെട്ട് ഇപ്പൊ പിടിച്ചോണ്ട് വരുന്ന ആളുടെ ആ ഒരു ഇത് നോക്കിയേ. അയ്യോ അതാണ് എനിക്കിത്. നീ എന്തിനാ മുഖം പൊത്തണേ? രണ്ട് വാക്ക് ജുഗുരു രണ്ട് വാക്ക്. അതൊക്കെയാണ് കോൺഫിഡൻസ്. കണ്ട രണ്ട് വാക്ക് സംസാരിച്ചില്ല, ക്യാമറ നോക്കി. ക്യാമറ എന്നെ അല്ല, ക്യാമറ ഓണത്തിന് ഇങ്ങനെ നീ വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കണം. പി സിയെ പറ്റി രണ്ട് വാക്ക്. കിട്ടില്ല പി സി അതിന്റെ എന്തായിരുന്നടാ എന്നാ പിടിച്ചേ നീ എന്താ പറയാൻ വന്നേ? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ പറയാൻ വന്നേ? രണ്ട് വാക്ക് പറയണം. നല്ല ബിസിയാണ്, നല്ല രസമാണ്. മൗണ്ടൻ ഡ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അണ്ണന് കൈമാറുന്നു. ഇവന്മാർ ഇത്ര സംസാരിക്കുള്ളൂ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കത്തിപ്പോരാണ് ഈ 10 ലക്ഷം രൂപയുടെ പി സി പൊതുവെ ഒരു ചോദ്യം. അത് അത് നിങ്ങളുടെ പി അല്ല, മനസ്സിലായ? അത് നിങ്ങളുടെ അതൊക്കെ സെർവർ പ്രശ്നമാണ്. അതൊക്കെ നിങ്ങളുടെ ശോകം സെർവറിന്റെ പി എൽ കൊണ്ടാണ്. അതെല്ലാം ഞാൻ കത്തിപ്പോയി, അതെല്ലാം അങ്ങനെ കൊണ്ടാണ്. വേറെ ഇനി ഞാൻ വിട്ടായിരിക്കൂല, കാരണം ഈ ഒരു കേസിൽ കൂടെ എനിക്ക് കേസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. സ്നൈപ്പിലെ കണ്ട ആൾക്കാരിവിടെ ക്യാമറ നോക്കി സംസാരിക്കണം. നല്ല ബിസിയാണ്. ക്യാമറ നല്ല ബിസി. പിന്നൊന്നും ഇല്ലാതെ സർവറിൽ കളിക്കാൻ പറ്റത്തില്ല. ബ്രോ ഇവിടെ ജനലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതല്ല പഴയത്, അത് തരത്തിലാണ് ഓരോരുത്തരും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കയറ് അതാണ് സാധനം. ഞാൻ ഇതുപോലെ അതിന് ഫോട്ടോ ഇടാം. അത് വേണ്ട. ഇന്ത്യയിൽ ഇത് ഒന്ന് തന്നെ, ലോകത്തിലൊന്നേ ഉള്ളൂ കസ്റ്റമൈസ്ഡ്, എനിക്ക് വേണ്ടി മാത്രം. ഏതാ സാധനം അടിപൊളി തന്നെ. പച്ച ഇഷ്ടപ്പെട്ടില്ല? ചൊമ്പൊഴിക്കണം. അപ്പാപ്പനാണ്.
അഡ്ജസ്റ്റ് ചെയ്യാം. പച്ച പിന്നെയും കുഴപ്പമില്ല, ചെറിയൊരു മഞ്ഞ ടച്ച് ഉണ്ട്, അത് തീരെ വേണ്ട. ഗോൾഡാണ്. മഞ്ഞ തീരെ വേണ്ട. ഇത് മഞ്ഞല്ല, ഇത് ഗോൾഡാണല്ലേ, സെറ്റ് സാധനം കേട്ടാ. മഞ്ഞയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലേ ഇത് ബാബു എന്നൊക്കെ എഴുതാൻ പറ്റും ഇവിടെ. പിന്നെ എന്താണ് എഴുതാ? ഇല്ല, ഞാൻ കേട്ടായിരുന്നു. വേണ്ട. ബാല രണ്ട് വാക്ക് സംസാരിക്കണം. വാസോണിനെ പറ്റിയോ പീസിനെ പറ്റി? എന്നെ പറ്റി. പീസിനെ പറ്റിയേക്കാളും വാസോണിനെ പറ്റി അല്ലേ ബർത്ത്ഡേ പറയണ്ട. നമ്മളെ സ്വന്തം വണ്ടിയിലിരുന്ന ആള് കരഞ്ഞില്ലെന്ന് അവളെ കേക്ക് കട്ടിയതപ്പോ. ഞാനിത് സ്പാം ചെയ്ത് കുറിക്കല്ലേ കഴിഞ്ഞ വർഷം ഉമ്മാരും ഇല്ലാതെ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഉമ്മാർക്ക് വേണ്ടി ഇവർ മുറിക്കണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഇവന്മാർ ആരും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ ശരത്തേടാ കണ്ടോണ്ടിരിക്കാന്നറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നോ? ഇല്ല, 4 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് എന്ത് പറ്റി അണ്ണാന്ന് ചോദിച്ചത്? വെള്ളം അടിക്കാൻ മാത്രമേ വാ തുറക്കുള്ളൂ, ഇതിനൊന്നും പറ്റത്തില്ല. ഹലോ നമ്മളിതിൽ ഓൾറെഡി സംസാരിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രൊഡക്ട്സാ. അറിയാത്തുള്ള പ്രൊഡക്ട്സ് ആണ്. ഏതാ കീബോർഡ്? ഏതാ? ഇതൊന്നും നമുക്കറിയൂടാ. PC ചിലര് മാരിയിട്ട് അറിഞ്ഞില്ലേ? അപ്പൊ ഇന്നൊരു പൊളി അങ്ങ് പൊളിക്കും. നമ്മക്കറിയാലോ. നമുക്ക് നമ്മുടെ പയ്യന്മാർ ഇപ്പൊ നമ്മുടെ ടിവിയിലെ മിക്ക പയ്യന്മാരും ഇല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പൂൾ വില്ല വല്ലതും എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ അതൊരു ചോദിക്കുന്ന എന്തും അവിടെ ചെല്ലുമ്പോ മനസ്സ് മറന്നില്ല. ചോദിക്കുന്ന എന്തും അണ്ണൻ നമ്മളെ മേടിച്ചേരണം. എനിക്കറിയാലോടാ, അണ്ണന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തരുന്നത്. പൂളില്ല. ഇപ്പൊ തന്നെ എടുക്കട്ടെ. സ്റ്റേ എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ അണ്ണൻ്റെ ഇത് പറഞ്ഞു. അതല്ലണ്ണാ, ഒന്ന് ആലോചിച്ചു നമ്മളിപ്പോൾ ക്ലാസ് ഇതൊക്കെ ഒരു പിന്നെ ക്ലാസ് ആണോ? ഇതൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ബലൂൺ ഫിറ്റ് ആണ് ഇപ്പോഴും. ഇതൊക്കെ ഇട്ട് മാരിറ്റ് കയറിയുള്ള അവസ്ഥയെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ച് വന്നതാണ്. അതിപ്പോ മാരിറ്റ് കയറാൻ പിന്നെ ഈ സ്റ്റേറ്റ് പറ്റൂല. നമ്മളെ പോലെ ഇത്ര ക്ലാസ് ഒക്കെ ആയിട്ട് കണ്ടേ. നമ്മുടെ അവിടെ നല്ല സൈക്കിളും ഉണ്ട്. പുള്ളി ഇത് ഇട്ട് ചന്തയിൽ പോയി ഇതൊക്കെ ഇട്ട് 2-3 ദിവസം പുള്ളി പുള്ളി വള്ളത്തിൽ നിന്ന് മീമല വീശിക്കൊണ്ട് വരുമ്പോ കൈയിട്ടുണ്ട് അങ്ങനെ പുള്ളി വരുത്തുന്നേ. എന്നിട്ട് പുള്ളി പറയണേ ഇവിടുന്ന് ഒന്ന് പോയിട്ടുള്ള സാധനങ്ങളൊന്നും മോനെ. പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പോൾ 5 കാലം നിൽക്കുവാണ്ട. എന്നിട്ട് പറഞ്ഞ് ദക്ഷിണമൊക്കെ ഒരു 200 രൂപ, ഞാൻ ദൈവത്തിന് വേണ്ടി അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാച്ച് നിങ്ങൾ വന്ന് മേടിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഇത് പേഴ്സിൽ എന്തെങ്കിലും 1 രൂപ പേഴ്സിലുണ്ടെന്ന് ചോദിക്കും. 200 രൂപ നോട്ട് പുള്ളിക്ക് എടുത്ത് കൊടുത്ത് ഞാൻ. പുള്ളി 5 കാലേക്ക് വരുന്നത്. ഒരുപാട് നന്മ ചെയ്യില്ലേ നീ? യവൻ തന്നെ ആയിരിക്കും ആ വാച്ച് അടിച്ച് മാറ്റിച്ചത്. യവൻ തന്നെ കള്ളനാടാ നീ, കള്ളൻ. ഞാനങ്ങനെ സാധാരണ ഒരിക്കലും ഇത് വാച്ച് മറന്ന് വെക്കാത്തതാ. ഇത് എന്റെ നല്ല കരിപ്പും കൂടാണല്ലോ. പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വിനീതിലൂടെ കേട്ടോ. എല്ലോട് പോകണം. ഓക്കെ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഷൺമുഖണ്ണന്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ഫ്രീ സൈക്ലിംഗ് ഉണ്ട്. ഷൺമുഖണ്ണന്റെ സൈക്കിള് രാത്രി പുള്ളിക്കാരൻ്റെ സൈക്കിളും എടുത്ത് നേരെ സ്നൈപ്പും ബോർഡ് ഓടിക്കാൻ ഇറങ്ങി. ലോഡ് വെച്ച് കായലിൽ കൊണ്ടിട്ട് അണ്ണനടുത്ത് വന്ന് കയറിയപ്പോൾ പറഞ്ഞത് രാവിലെ നോക്കിയപ്പോഴുണ്ടല്ലോ ഷൺമുഖം മാമ സൈക്കിള് ക്ലോസറ്റിന്റെ അടുത്ത് കൊണ്ട് പൂട്ടിയിട്ടേക്കുന്നു. ആരും എടുത്തോണ്ട് വരിക. അതൊക്കെ ഇരിക്കട്ടെ. ചോദിക്കാൻ പറഞ്ഞു നമുക്ക് അപ്പം സ്റ്റേ സെറ്റ് ചെയ്യട്ടെ. പൂൾ വേണോ? ഇൻഫിനിറ്റി വേണോ? എങ്ങനത്തെ വേണം? ഇൻഫിനിറ്റി വേണോ? ഇൻഫിനിറ്റി 10 feet. ഒരു PS5 കടമുണ്ട് ഗൈസ്. എനിക്കിത് പ്രോഡക്റ്റ് ഏകദേശം വലുതായി. അടുത്ത വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ജോയിസ്റ്റിക് കൊച്ചു കൈ വെച്ച് കാണിക്കുന്നത്. ജോയിസ്റ്റിക് അല്ല മോനെ
എടാ ദേവുടാ പി ദേവുടാ പി ദേവുടാ പി എന്ന് പറ ദേവുടാ പി പി ഇത് അച്ഛൻ്റെ സ്വഭാവം അതല്ല പി പി ഓ ഭാഗ്യം രക്ഷപ്പെട്ടു കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ. PS5 ഞാൻ പറയിക്കും ബാബു. PS6 പറയും കുഴപ്പമില്ല. PlayStation ഞാൻ പറയിക്കും അവനെ കൊണ്ട്. അവൻ പറയുന്നതിന്റെ അടുത്ത് എന്റെ കയ്യിൽ പൈസ വരണോ ഞാൻ ഇവിടെ കൊണ്ടുവരും സാധനം. ഇല്ല ബാബു ചേട്ടാ പറഞ്ഞ വിത്ത് GTA 6 ഇറങ്ങുമ്പോൾ അതോടെ ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കാം. അല്ല അത് ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യും. അല്ല അത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല ബാബു ചേട്ടൻ കൊടുക്കും. എന്റെ അക്കൗണ്ട് കൊടുത്തോളാം. ശരത്തേട്ടൻ വിളിക്കുന്നേ കണ്ണാപ്പി. ഞാൻ അണ്ണൻ എടുക്കൂലേ ഞാൻ പൈസ കൊടുക്കാം, നീ എടുത്തോ. ഞാൻ പൂൾവില്ലെടുത്ത് നമ്മള് പോയി. അല്ല നിനക്കറിയാം ഇവിടെ കൂടുതലല്ലോ. നമ്മുടെ ജോൺസ് വില്ലേജ് അത് കിട്ടൂല. അത് കിട്ടും. ഇപ്പൊ സീസൺ അല്ല, വിചാരിച്ചാ കിട്ടും. ഇറങ്ങിയായിരുന്നോ? ഇതുപോലത്തെ ഒരു ലോക കള്ളാളിയോ സത്യം പറയല്ല. ഇറങ്ങിയോ ശരത്തേട്ടൻ ഇറങ്ങിയോ? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞപ്പോ കക്കൂസിലാണ്. ഞാൻ പറഞ്ഞു കിംസിൽ കാണാമെന്ന് ചോദിച്ചപ്പോ ശരി 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 ചേട്ടൻ പറ ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ? ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണോ? ഇവര് പോവാ. ബൈ 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 ബൈ. രണ്ടു വാക്ക് എന്റെ PC യെ പറ്റി. നല്ല PC, നല്ല കളർ, നല്ല കളർ. പിന്നെ വേറെ കാണാൻ രസമുണ്ട്, Specs ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ കൊച്ചിന്റെ ആണല്ലേ ഈ ബാഗായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു. പറ സൂപ്പർ സൂപ്പർ എല്ലാം സൂപ്പറാണ്. സ്പെക്ക് സൂപ്പർ. എന്താണ് എന്റെ കാർഡ് ഏതാണ്ടിരിക്കുന്നത്? അത് ഏതായാലും നിനക്ക് ഗെയിം കളിച്ച പോരെ. സ്ക്രിപ്റ്റ് ചെയ്ത പ്രൊമോഷൻ അല്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, മനസ്സിലായോ? ആ പോയിട്ടോ അവരെ കൂടെ പോവാ. ഇവരെല്ലാം വീട്ടിലോട്ട് പോവാ. ഞങ്ങൾ വരാം. പോയിട്ടുണ്ട് ചാറ്റിൽ ഓരോരുത്തന്മാർ സമാധാനം തരുന്നില്ല. എസ്തറിനെ കാണിക്കോ ഇതാണ് എസ്തർ. വീണ്ടും 2 വട്ടമായി ഞാനിപ്പോ. ആരെല്ലാം തല്ലാൻ പോണോ? നോക്കിയിട നടത്തൊക്കെ നോക്കിയിട. ഇവന് ഷോൾഡർ പിന്നെ കോച്ചുവാതോ ഇവന്. എടാ നീ ഇങ്ങോട്ട് വന്നേടാ കണ്ണാപ്പി, ഇങ്ങോട്ട് വന്നേ. നീ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടോട് നടന്നേ, ചുമ്മാ നടന്നേ. ഇവന് കോച്ചുവാദം ഉണ്ടോ ഇവന്? നോക്ക്. നല്ല രസമുണ്ട് കേട്ടാ, കിട്ടില്ല പാട്ടി. നിങ്ങൾ സെൽട്ടോസിൽ പോക്കോ കേട്ടോ. സെൽട്ടോസിലല്ലേ പോണേ? ഐജിഎൽ എടാ നിന്നെ കാണിക്കാൻ പറ്റൂലല്ലോടാ. നിന്നെ കാണിക്കുമ്പോഴേ ഐജിഎൽ. നീ ഇത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇതേ ഇതാരാ? രണ്ട് വാക്ക് PC യെ പറ്റി. കിട്ടലം PC അടിപൊളിയാണ്. റേസില കോൺഫർമേഷൻ പോകും. മൈ നെയിം ഈസ് ബോബ്സ് വെർസ്റ്റപ്പൻ. ഞാൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് F1 കളിക്കുകയാണ്. ഇവന്മാരെല്ലാം ഇൻട്രോവേർട്ട് ഫുണ്ടാളാടാ. ഇവന്മാരെയും കൊണ്ടൊന്നും IRL പറ്റൂല, മനസ്സിലായ? ഇവന്മാർക്ക് എല്ലാം നാണോ. അപ്പൊ ഇവർക്കൊക്കെ നാണോ? അപ്പൊ 2 വാക്ക് സംസാരിച്ച നാണം എന്തിനാണിത്? നാണം എന്തിനാന്നുള്ളത് അത് ബ്ലഷ് അല്ല, വിശന്നിട്ട് കണ്ണു തള്ളിയതാ, മനസ്സിലായോ? സ്റ്റാഫിനോട് ഫുഡാ. അയ്യോ എടാ അപ്പൂട്ട് വന്നു. അല്ല നീ വന്നു ബ്രോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. സ്റ്റാഫ് എല്ലാവർക്കും കൂടെ ബാബുവേ വാ. ഇവന്മാർക്കൊക്കെ ഭയങ്കര നാണം. ഇവന്മാർക്കൊന്നും ഈ IRL ക്യാമറ കാണുമ്പോൾ ചിലമാര് ഇങ്ങനെയൊക്കെ എന്തിനു എളുപ്പത്തിന് നമുക്ക് ഒരുത്തരും സംസാരിക്കുന്നില്ല. എനിക്ക് നാണം. നീ ഒന്ന് സംസാരിക്കുന്നു.
എനിക്ക് ഭയങ്കര നാണമാണ്. എനിക്കൊന്നും നാണമുള്ളവർക്കാണ് ഇപ്പോൾ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ശരിയാ, ഞാനും നാണം ഇടാൻ പോവാ ഗൈസ്. എനിക്കും എന്നിട്ട് വേണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വല്ല വീഡിയോ അടിച്ചിറങ്ങി വരാൻ. പോടാ, ഇപ്പൊ റിസ്ക് ആണ് ഗൈസ്. ഒന്നുമില്ല, നീ എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാൽ മതി. പിന്നെ ഗൈസ്, നമുക്ക് PC എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത എൻ്റെ തന്നെ ഒരു PC റിവ്യൂൽ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഈഗിൾ ബ്രോയുടെ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ആൾക്കാർ ചാറ്റിൽ എന്താ ചോദിക്കണമെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. തൽക്കാലം രായൻ്റെ മുഖം എൻ്റെ മുഖം പോലെ കാണണ്ട, പക്ഷെ അങ്ങനെ പറഞ്ഞോളൂ. ബോസടിയോ? ചന്ദ്രനോ? ചന്ദ്രൻ ഫ്ലെക്സ് ആക്കാൻ പറയാനോ? ഇല്ല, ഞാൻ കമന്റ് വായിക്കുന്നത് തരാം. ഇങ്ങനെ കമന്റ് വായിക്കുന്നുണ്ട്. നീ എന്നെ കാണിച്ചുള്ള ക്യാമറ വായിക്കാനുള്ളേ. അലക്സ് വന്നോ? ബാബു ഉണങ്ങിയില്ലേ? ഞാൻ ഉണങ്ങിയില്ല. പോടാ, ഉണങ്ങിയില്ലെന്നാ. ഞാൻ അടുത്ത പ്രാവശ്യം ചന്ദ്രൻ അടിച്ചിരുന്ന 8 പാക്കും കൊണ്ടേ വരത്തുള്ളൂ. താഴെ എന്തോ കാണിച്ചേട്ടാ. കണ്ണാപ്പി നിന്നെ ഊക്കാ തോന്നുന്നു. കണ്ണാപ്പി പറഞ്ഞ നിന്നെ ഊക്കിയലാണ്. ആര്? കണ്ണാപ്പി. പറ്റണേ അവന്റെ അച്ഛനെ കൊണ്ടാവൂല, പിന്നെയാണ് അവനെ കൊണ്ട്. പറടാ, എന്ത് കഷ്ടത്തിന് എന്ത് പറ്റി? നമ്മൾ മറ്റേ ഗ്യാങ്സ്റ്റർ റിമോട്ട് എടുത്ത് എങ്ങനെ നടക്കുന്നത്? കഷ്ടം ഇങ്ങനെ ഇതാക്കി വെച്ചല്ലേ, വൈഡാക്കി വെച്ചില്ല, അങ്ങനെ നടന്ന് പഠിക്കുക. നമ്മൾ ഈ പുതിയ കൾച്ചറിലോട്ട് ഇറങ്ങുന്ന ടൈം കഴിക്കും. കൾച്ചറില്ലാത്തവന്മാർ പലതും പറയും, നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗൈസ് കമന്റ് നോക്കട്ടെ. സ്റ്റേക്ക് ഉണ്ടോ? സ്റ്റേക്ക് ഉണ്ടോ? കൗണ്ട് എടുക്കാനാ? സ്റ്റേക്കോ? സ്റ്റേക്ക് അല്ല, സ്റ്റേക്ക്. സ്റ്റേക്ക് ഉണ്ട്. 1 2 3 4 5 ഗൈസ്. പിന്നെ പറ ഗൈസ്, ഇവിടെ കുറേ പേരൊന്നും ഇവിടെ നീലൊക്കെ വന്നോ? ഇല്ല ഗൈസ്, പുതിയ പിള്ളേരാരും വന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്നതിൽ 3-4 പേര് TV യിലുള്ളോ? എനിക്കറിയില്ല. പശുമ്പയോ? പശുമ്പ ആരാ? TV യിലുള്ളതാണോ ഇതൊക്കെ? അലക്സ് ഇന്നലെ എടുത്ത പയ്യനല്ലേ? വന്നിട്ടില്ല. ആ അലക്സ് എന്ന് പറയുന്നത് മറ്റേ ഇതിൽ അലക്സാണ്ടർ ആണോ? വേറെ അലക്സാണ്ടർ? ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. 1-2 പേരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട് പറഞ്ഞു. നീലിനെ ഞാൻ കണ്ടു. അസൻഷ്യോ, ജാങ്കോ. ഓ, സിമ്പിൾ. ഓക്കെ. ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ പുതിയ പിള്ളേരെ പറ്റിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ തിരിച്ച് ലൈവ് ഇടാത്തത്. ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റെഗുലർ ലൈവ് ഇതിന് മുന്നേ വന്നേനെ. സ്ലോട്ടിലൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ വരുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ മാറ്റണം. അത് അവർക്കൊരു വിഷമാവും, അത് എനിക്കൊരു ഭയങ്കര വലിയ വിഷമാവും. അപ്പോൾ വേണ്ടാന്ന്. അതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസ് ആണ്. എനിക്ക് ശരിക്കും ലൈവ് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവർക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ണാ ഇങ്ങോ. ഇവിടെ ലൈവ് വരാൻ പറയണേ. എത്ര മണിക്ക് വരണം? ഞാൻ ബാബു ചേട്ടാ ഒരു 9-10 മണിയാകുമ്പോൾ വന്നാൽ മതി. എനിക്ക് 7 മണിക്ക് വരണമെങ്കിലോ? അത് മോശമാണ്. അതെന്ത്? വെരി ബാഡ്. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാം, ഭവിഷ്യത്ത് എന്താ പരിപാടി? ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ലാഭം. സ്ട്രീമിങ്ങിലോട് തിരിച്ച് വരണ്ട. വന്നാൽ തന്നെ 10 മണിക്ക് ശേഷം ലൈവ് വരാവും. ഇവൻ്റെയൊക്കെ കണ്ടീഷൻ അനുസരിച്ച് എനിക്കിപ്പോൾ ലൈവ് ഇടാനേ പറ്റത്തില്ല. ഈ ബിസിനസ്സിൽ നിന്ന് മാറണം, ഇതിൽ നിന്നും കൂടെ ഇതൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആക്രാന്തമാണ്. ബിസിനസ് കിട്ടുന്നില്ലെങ്കിലോ? പറയത്തില്ല. നീ പറയോ പോവേ? തലയൊക്കെ ഇരിക്കുന്നുണ്ട് കിളിക്കൂട് പോലെ. അതാണ് പ്രശ്നം. ഇറ്റാച്ചി വന്നില്ല. ബാബു ചന്ദ്രൻ കോംബോയോ? കോംബോയിന് എന്ത് കാണിക്കാനും ഇവിടെ ഇട്ടിട്ടൊക്കെ? RP ആടാ. ബോസാണ്. കമ്പാക്കിനെ പറ്റി പറഞ്ഞോടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരാത്തത്. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വന്നു കഴിഞ്ഞാൽ ആര് മാറ്റണമെന്ന് ചോദിച്ചാൽ ഞാൻ അമ്പത്തൂർ എന്ന് പറയും. ഞാൻ ആരെ മാറ്റിയിട്ട് എനിക്ക് 50. നിനക്ക് ഞാൻ തിരിച്ചു വരണോ? നീ പറ. കണ്ട, ഇതാണ് കേസ്. ഇവർക്ക് ആർക്ക് ഞാൻ തിരിച്ചിരുന്നതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരു താല്പര്യമില്ല. ഇതാണ് കേസ്. ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ല, നീ ഉറപ്പായിട്ട് വന്ന തന്നെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണത്? ഇത് എസ്തറൊക്കെ ഇരിക്കുന്നു കേസ്. RP പ്ലെയർ എസ്തറൊക്കെ ഇരിക്കുന്നു. കഞ്ചായിരുന്നോ? നിർത്തുന്ന നല്ലത് ഇതൊക്കെ. RP പ്ലെയർ എവിടെ?
ആ വില്ലു മോനെ നോക്കട്ടെ. വാങ്ങിക്കോണേ. ആ എന്താന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും കഴിപ്പിച്ചു ചേർത്തുന്നവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാ ചന്ദ്ര. അയ്യോ ചേർന്ന് നിൽക്കില്ല, വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം നീങ്ങില്ല. എന്താ ഈ റെഡ് എത്തിയത്? മൈക്ക് ചാർജ് ചെയ്തു. ചാർജ് ചെയ്യാറ്. ഓക്കെ, അവൻ്റെ മൈക്ക് വാങ്ങിച്ചത് അവൻ്റെ മൈക്കൊന്നും ശരിയാവില്ല കുറച്ച് നേരത്തേക്ക്. അവനിങ്ങനെ ഒരു ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? 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 കോള് വന്നായിരുന്നു. ഇതാണ് നിയോ ടോക്കിയുടെ എൻ്റെ ടീം. യെസ് യെസ്. നൈസ്. ഞാനൊരു ടോൺ ഇട്ടോ. ഒന്നുമില്ല. ആളിവിടെ വെച്ച് 2-3 വട്ടം പറഞ്ഞ കേട്ടോ, ഫുൾ സ്പോൺസർഷിപ്പ് അല്ല, നെക്സ്റ്റ് ടൈം ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാ. നെക്സ്റ്റ് ഫുൾ കിട്ടാൻ വേണ്ടി അവരെല്ലാരും നിൽക്കുക പറയാ, ഇത് ഫുള്ളല്ല, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം അങ്ങനെ അല്ല. ഇത് കാണുന്ന ഇന്റൽ, ഇത് കാണുന്ന പല വേണമെങ്കിൽ വിളിക്കാം, ഫ്രാൻസിനെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. 7K വാച്ചിങ്ങിനോ? അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനും ചന്ദ്രൻ ഒരു PC ബിൽഡ് ചെയ്യാൻ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കുഴപ്പമില്ല, പുതിയതൊന്നും കൂടെ ബിൽഡ് ചെയ്യാം. ഈഗിള് പേടി, ഈഗിള് ഞങ്ങൾ ഇതല്ല അടിമയായിരിക്കും, ഒരു വർഷം അടിമയായിരിക്കും. ഒരു വർഷം നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫോട്ടോ ഇടത്തു നിന്നും വലത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കും സ്ക്രീനിൽ. ഉറപ്പായിട്ടും കറങ്ങും നിന്ന് കറങ്ങും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ പുറകിൽ വെക്കാം, നമ്മുടെ പുറകിൽ വെച്ചിട്ട് എപ്പോഴും കാണുന്ന രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാം. സ്വന്തം ബിസിനസിന്റെ പ്രൊമോഷൻ ചെയ്യണം. ഉടനെ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ. പിന്നെ രണ്ടാമത്തെ നമ്മുടെ മറ്റേ സൂപ്പർ ഫാൻസിന്റെ ലോഞ്ച് ഉടനെ ഉണ്ട്. ഞാനും പാർട്ണറാണ് അതിൽ. ഇവൻ ചെറിയൊരു ബ്രോ ഈയിടെയായിട്ട് വല്ലാതെ 6 പാക്കും കാര്യങ്ങളും വരുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രൊമോഷൻ. കറക്റ്റ്. പിന്നെ അമ്പത്തൂര് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോപ്പ്, 2 വീലർ ഷോപ്പ് ഇടുന്നുണ്ട്. നന്നായിട്ട് മൂഞ്ചിച്ചാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായിരുന്നു ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? ബിസിനസിന്റെ കാര്യം. ചന്ദ്രന്റെ 1-2 വേ പ്രോട്ടീൻ്റെ പൗഡറിന്റെ സ്റ്റോർ, ഫ്രാഞ്ചൈസി, മസിൽ ബേസിന്റെ ഫ്രാഞ്ചൈസി. പ്രോട്ടീൻ മാത്രം പോരല്ലോ, നാച്ചുറൽ പ്രോട്ടീന് വേണ്ടി ഞാനൊരു അവർ കോഴിക്കടയെ കൂടി പ്രൊമോട്ട് ചെയ്തു. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, അവർ വിളിച്ചാൽ മതി. നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇവിടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മോട്ടറൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ 2 ബോട്ടിൽസിന്റെ നമ്മൾ വേണമെന്ന് പറയത്തില്ല. ഞാൻ വേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഇനി അവർ തരുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ പീസിന് പൈസ വരെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയായിരുന്നു ഈഗിൾ ബ്രോ 2-3 വട്ടം ഈഗിൾ ബ്രോ ഇവിടെ വെച്ച് പറഞ്ഞത് ഫുൾ സ്പോൺസർഷിപ്പ് അല്ല അല്ലാതെ ഇനിയെങ്കിലും ഈഗിൾ ബ്രോയെ കൊണ്ട് അങ്ങനെ ഒരു പറയാനൊരു അവസരം ഇവർ വരുത്തിക്കാതിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനിയെങ്കിലും ഫുള്ള് നിങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റാ. ഞാൻ അത്രയും പറയുന്നുള്ളൂ. പക്ഷെ ഫുള്ളല്ലത്, അതല്ലേ അതാ സത്യം. അടുത്ത പ്രാവശ്യം അങ്ങനെ വരാതിരിക്കട്ടെ. അതിനുണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു പരിപാടി ഇല്ല, നമ്മൾ കഴിഞ്ഞ്. അവർ 2 വർഷത്തിൽ അവൻ 4 BC എടുത്ത്. 2 വർഷത്തിൽ അവൻ 4 BC എടുത്ത്. എന്ത് ഈ പറയുന്നേ? അവൻ എൻ്റെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി എടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ആരാ ഇനി എടുക്കാനുള്ള? അത് നെക്സ്റ്റ് ജെൻ PC ഉള്ള കേരളത്തിൽ 2 വ്യക്തികളൊന്നും ഞാനും ബാബുവാണ്. എന്റെ മറ്റേ മെയിൻ PC ആയിരുന്നു, അതിപ്പോ എഡിറ്റിംഗ് PC. അതും നിങ്ങളിപ്പോ ചോദിക്കുമായിരിക്കും ഗെയിം കളിക്കാത്തവൻ എന്തിനാ PC ചോദിക്കല്ലേ? ഇത് കണ്ടു ലൈക്ക് മൈക്ക് അല്ല കൈ പിടിച്ചോ. ഇത് ലൈറ്റ് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? ഈ സാധനം കണ്ട് ഇവർക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. വേറൊരെണ്ണം ഉണ്ടല്ലോ ബ്രോ, അതൊന്നും ഇട്ട്. അല്ല അതല്ല, റാമിന്റെ ലൈറ്റും ഉണ്ട്.
ആ വേറൊരു ഡിസൈൻ ഉണ്ടായിരുന്നു ബ്രോ, അതൊന്നും ഇട്ടേ. ആ അത് ഈ ഫുൾ പീസ് ഒന്ന് റെഡാക്കി കാണിച്ചു കൊടുക്കും എല്ലാവരും റെഡാക്കി കൊടുക്കും. എല്ലാ മൊത്തം ലൈറ്റ്സ് ഒന്ന് റെഡാക്കി കാണിച്ചു കൊടുക്കൂ. അല്ല ഈ ഫുൾ ഇതെല്ലാം ഈ ലൈറ്റിംഗ് എല്ലാം ഒന്ന് റെഡാക്കി കാണിച്ചു. ഇല്ല അത് റെഡാക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് റെഡാക്കാൻ പറ്റില്ലല്ലോ. പറ്റും ഇത് റെഡായി. ഇതോ ഈ അടിയിൽ കൂടെ പോകണം അവിടെ. എന്റെ അമ്മോ റെഡിലൊരു രക്ഷയില്ല കാണാൻ. റെഡില് സീൻ കാണാൻ, നേരിട്ട് കാണാൻ. അത് അടിവശം കൊണ്ട് റെഡാക്കി കാണിച്ചു തരാം. എല്ലാം റെഡായി, ടോട്ടലി റെഡ്. ഇത് കാണാൻ രക്ഷയില്ലല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ റെഡ് ആണ് നല്ലതെന്ന്. ഇപ്പൊ ചോദിച്ചോളൂ, ജൂലിനെ കണ്ടല്ലോ. ടി വി അടിക്കുന്നത് അത് നമുക്ക് ചെയ്യണം. നാളെ എല്ലാം എൻ്റെ പീസ് അടുത്ത ദിവസം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ എല്ലാം പണിത് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ്റെ ബീറോൾ അവിടെ എന്തും എഴുതാം. ഫുള്ള് ലാപ്ടോപ്പുകളൊക്കെ വരുന്ന ഇതില്ലേ, അതുപോലെ തന്നെ ചെയ്തേക്കാണ്. ആ കമ്പ്യൂട്ടറിൽ ഫുൾ സാധനങ്ങൾ അതിനകത്ത് വരുള്ളൂ. അപ്പൊ 2 മാസമാണോ? രണ്ട് മാസമല്ലല്ലോ, 2 നമ്മള് ഒരു വയർലെസ് സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചത് ബാക്കിൽ. മൈക്ക് എന്തി. എടാ ഗൈസ്, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. വ്ളോഗ് ഇത് ഇവന്റെ ദത്തുപുത്രനാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ഏരിസ്. അവന്റെ അവന്റെ ഇത് ക്രാഷ് ആയി പോടാ. സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത്, പക്ഷെ അവന് ചെയ്യാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. ഇന്നലെ അല്ലേ ഞാൻ സ്റ്റോറി ഇട്ടത്. ഇതാണ്. ഓക്കെ നോർമലി പുള്ളി അത് വീഡിയോയിൽ റിവീൽ ചെയ്യുന്ന പറഞ്ഞു എന്നോട്. അല്ല, ഞാൻ PC ഒന്നും കാണിക്കുന്നില്ല. ഇത് വീഡിയോ എന്താ പറയാ, നമ്മളിതാ സെക്കൻഡ് PC-ക്കുള്ള ഔട്ട്പുട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഗ്രാഫിക്സ് ഇത് ഡിസ്പ്ലേ ഔട്ട്, പിന്നെ പവർ. ഓക്കെ ബാക്കി PC ഉള്ളിലുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. ആണല്ലേ? എടാ അപ്പൊ നമുക്ക് നിർത്താം. ബാബു ഓക്കെ. അല്ല ഞാനേ ഒരു ഫുൾ PC എടുക്കാന്ന് വിചാരിച്ചാ. ഇനി ഈ ചെറുത് മാത്രം എനിക്ക് മതി. മറ്റേതിൽ ഗെയിം കളിക്കാം, മറ്റേത് സ്ട്രീം ചെയ്യാം. കൊള്ളാം കേട്ടോ. ഇത് വീഡിയോ പെട്ടെന്ന് ഇടാൻ പറയണേ അവരുടെ അടുത്ത്.
വലിയ ചെലവില്ലെന്ന് തോന്നുന്നല്ലേ, അതിനടിയിലുള്ള കുഞ്ഞു പീസി അത് മാത്രം മതി. വേണ്ടടാ, ഞങ്ങൾ നിർത്തി തിരിച്ച് വീട്ടിലോട്ട് പോവാ. അതെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ടിടാം നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു സൈൻ ഓഫ് ചെയ്തോ. അല്ല അവരെല്ലാം കൊടുക്കും. ഞാൻ 10 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ? കാരണം ഗ്ലാസ് വന്നുകൊണ്ടിരിക്കണം ഇവിടുന്ന് വെണ്ണലേന്ന് തന്നെ ടൗണിൽ നിന്ന് ഇവിടുന്ന് ഈ ജംഗ്ഷൻ. ഞാൻ ലൈവ് നിർത്താന്ന് വിചാരിച്ചില്ല. എല്ലാവരും അത് കഴിഞ്ഞ് കണ്ടിട്ട് പോകാം. ഓക്കെ, കണ്ടിട്ട് പോകാം. റെഡ് സീൻ ലുക്ക്. അതെ, റെഡ് ഒരു രക്ഷയില്ല ബ്രോ. ലൈറ്റ് ഫുൾ ഒന്ന് ഓൺ ചെയ്ത് തരണേ. റെഡ് ആക്കി ഒന്ന് തരണേ. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തേക്കണേ. അത് ഇപ്പോൾ വേണ്ട, ഞാൻ പറയുമ്പോൾ ഓഫ് ചെയ്തേ. എടാ അപ്പം നിർത്താം നമുക്ക് ഗൈസ്, നിർത്താം. ആരെ കോൾ വിളിച്ചോണ്ടിരിക്കണ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എടാ ചന്ദ്രൻ എന്ത്? ചന്ദ്ര വാ, ഇത് പറ, നമുക്ക് ഇന്ന് നിർത്താം. ഓക്കെ. ബാബു എന്തി? ബാബുവേ വാഷ്റൂമിൽ പോയ അല്ലെ, അവൻ കക്കൂസിന് പോകാൻ വേണ്ടിട്ട് ജനിച്ചവനാ, കഴിക്കാൻ വേണ്ടി ജനിച്ചവനല്ല. കൂടുതലും കക്കൂസിൽ പോകാൻ വേണ്ടി ജനിച്ചവൻ. അല്ലെ അവൻ പറഞ്ഞ സൂപ്പർ. അല്ലെ കേട്ടോ എന്തോ നിന്റെ ഫോണാണ് ബാബു പറഞ്ഞ അതിന്റെ പടി, അല്ലെങ്കിൽ പ്രതികാരം ചെയ്ത് കക്കൂസ് കണ്ടോണ്ടിരിക്കണായിരിക്കും. അതാണ് അവന്റെ എൻജോയ്മെന്റ്. ഇതൊക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ വന്നതും കണ്ടതും ആയ എല്ലാവർക്കും കോച്ചിനകത്ത് തള്ളൊക്കെ വിളിച്ച് അത്രേ ഉള്ളൂ. നിർത്താം നമുക്ക്. ഞങ്ങള് രാത്രിയിൽ പറ്റുമെങ്കിൽ ഒരു 5000 വരാം. 5000 നീടുവോ? എവിടെ നീടുവോ? സെറ്റായോ? സെറ്റ് വളരെ കുറവാണല്ലോ റേറ്റ് ഒക്കെ. ഒരു വില്ല എടുക്കാൻ പറഞ്ഞപ്പോഴേ 1 ഏക്കർ സ്ഥലം മേടിക്കണ പൈസ ഒരു വില്ല കൊണ്ടുവരുന്നത് 25 ലക്ഷം രൂപയുള്ള ഒരു വീട്. 25 ലക്ഷം രൂപ വീട്. തരങ്കണി ലോഡ്ജ് ഉണ്ട്. തരങ്കണി നിന്റെ അച്ഛനെ കൊണ്ടുവരും. തരങ്കണി ലോഡ്ജില്. തരങ്കണി ലോഡ്ജ് എന്ന്. മാരിറ്റിനെക്കാട്ടി ലാഭിച്ചില്ലേ നമ്മള്? എടാ ഞാൻ കാര്യം പറയട്ടെ. എടാ ഇവിടെ അല്ല, ഇതിനകത്ത് എത്ര പേര് നിൽക്കുന്നുണ്ട് അത് പറ. 22 പേരുണ്ട്. 22 പേരെ അവരെ കയറ്റു. അതിനകത്ത് ചോദിച്ചോ വിളിച്ചു ചോദിച്ചോ. ഇതാണോ റേറ്റ്? ഈ കാണിച്ചിരിക്കുന്നതാണോ റേറ്റ്? അല്ലെ ഇതിൽ കൂടുതലാ. ഇവന്റെ വാക്കും പൊത്ത ചാക്കും രണ്ടും ഒരുപോലെ. ഇത് എവിടെയാ? അടുത്താണോ ലൊക്കേഷൻ എന്ന് പറയുന്നത്? മൂന്നാർ. ലൊക്കേഷൻ മൂന്നാർ. 25 കിലോമീറ്ററോ? മൂന്നാർ. അതാണ് കൊച്ചിയിൽ എവിടെയെങ്കിലും 25 കിലോമീറ്റർ പോയി മൂന്നാർ ഇവിടുന്ന്. ചെവി പറഞ്ഞുതരാം. ആലപ്പുഴ അല്ല, ചെവി പറഞ്ഞുതരാം. ഈ ചെവി പറയുമ്പോ മൈക്ക് എന്തിനാ കൊണ്ടുവന്നേ? ഈ മണ്ടനാണ് അവൻ. ചെവി ഏത് മൈക്ക്? ആരുടെ അവരെ മൈക്ക് പോയി. സോറി അതിന്റെ മാഗ്നറ്റ് കിട്ടിയോ? ഗൈസ്, അപ്പോൾ എടാ ഞാൻ വേണ്ടേ എടാ നിന്റെ വീട്ടിൽ അടുക്കിയിട്ടാ പോരെ മോളില്? എല്ലാരും കുറെ പേരൊക്കെ പോകും. അളിയ എന്റെ വീട്ടിൽ അടുക്കിയിടാം. ഇന്നലെ അടുക്കിയിട്ടത് ഓർമ്മയുണ്ടോ? ഓൾറെഡി ഗ്രൂപ്പിൽ വന്ന്, വില്ലയുടെ ഗ്രൂപ്പിൽ വന്ന് അടുക്കിയിട്ടേനെ പ്രശ്നമായി. ഇന്നൂടെ അടുക്കിയിട്ടാൽ എന്നെ അടുക്കിയിടാൻ എനിക്കൊരു വീടുണ്ടാവില്ല ഇനി. അതാണ് പ്രശ്നം. എറണാകുളത്ത് ബ്രോക്കേഴ്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വീട് മാറാൻ നോക്കുന്നുണ്ട്. സോ ഒരു നല്ല 2 BHK ഉണ്ടല്ലേ? വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച്. വേണ്ട നിന്നോട് ജീവിതം ഇല്ല എനിക്ക്. എന്നാലും മമ്മു ഒക്കെ പറഞ്ഞ പോലെ പറയട്ടെ. ഗ്ലാസ് വരട്ടെ എന്നിട്ട് നിർത്താം. ഗ്ലാസ്? ആ ഗ്ലാസ് അതിന്റെ ക്ലാസ്. അയ്യോ, ഞാൻ ഓവർ തിങ്ക് ചെയ്ത് പോയത്. ബാബു ഒന്ന് ക്ലാസ് വരട്ടെ. എവിടെയായിരുന്നു? എവിടെ തൂറാൻ പോയത്? എന്ത് തൂറാൻ പോയി? കഴുകണം. അല്ല വന്ന് അളയും വന്ന് മൈൻഡ് ഇവന് വേണ്ടി പോയി വെച്ചിട്ടുണ്ട്. വന്നപ്പോഴേ മാത്രം പോയാ? ഇല്ല. പിന്നെ നിനക്ക് ഇനി അറിയിച്ചു തരാം. ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുതരാം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിന്നെ അറിയിക്കണം. നീ ആര്? അതിന്റെ ഒപ്പം ഞാൻ പോവാ. പോടാ. ഓക്സി വന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾക്ക് ശുഭരാത്രി നേരുകയാണ്. ഇന്ന് രാത്രി ചില കൊഞ്ചുകളും ഞാൻ എല്ലാം ഇടുന്നുണ്ട്. നമ്മൾ രാത്രി ലൈവും കൂടെ വരുന്നുണ്ട്. ഞാൻ ഒന്നുമില്ല. ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് അല്ല ഈഗ്ബ്രോ എന്നാണ് മോശമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? ജീവിതത്തിൽ വ്ലോഗ് വരുന്നുണ്ട്. കണ്ടിന്യൂഷൻ എല്ലാം ഉണ്ടാവും. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് പേര് പൊതുവെ ഇങ്ങനെ
എൻ്റെ എ ഉപയോഗിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് ക്ലിയർ അത് അതെ അത് ഞാനുണ്ടായിരുന്നു. അത് ഞാൻ കൂട്ടുകാരനാണ് ഞാൻ കേസ് കൊടുക്കുക. ഞാൻ ഇവന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ കേസ് കൊടുക്കാതെ. വേറെ ആളായിരുന്നു പച്ചവെള്ളം കുടിച്ചതിന്റെ പേര് ഞാൻ എന്തൊക്കെ അനുഭവിച്ചത്. പച്ചവെള്ളം ഇക്കാലത്ത് വെച്ച് ആരുടെ എന്തോ ചെയ്യാൻ പറ്റാത്ത ഇറങ്ങി പോയി നിയോട്ടൊക്കെ പി സി പിടിച്ച് വാങ്ങിയിട്ട് ഇറങ്ങി പോടാന്ന് ക്യാമറ പൊക്കി പിടിച്ച് വ്ളോഗ് അത് വരും. അത് ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരമാണ്. പേഴ്സണൽ സ്പേസിൽ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഇവരുടെ അത് മൈക്ക് ഓഫ് ആക്കി കേട്ടാ. ഒന്നും ഞെക്കല്ലേ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. മൈക്ക് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. വർക്കിംഗ് അല്ലേ? സൗണ്ട് അല്ലേ? സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഇതിലൊന്നും കൂട്ടിയൊക്കെ അറിയത്തില്ലടാ. അപ്പൊ അല്ലല്ല ഞാൻ പറയാണ് ഗൈസ്, ഇവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറി വന്നതാണ്. ആ സമയത്ത് നോർമൽ ആയിട്ടിരുന്ന എന്നെ ഒരു പ്രമുഖ യൂട്യൂബർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു കാണുമല്ലോ. അതിന്റെ കമന്റ് മൊത്തം കല്യാണത്തിനെ പറ്റിയല്ലായിരുന്നു ഡിസ്കഷൻ. നിന്റെ ആവശ്യം അതായിരുന്നല്ലോ. നിന്റെ അതൊന്നും അല്ല ബ്രോ. ഇവൻ 10,000 രൂപ മുടക്കി ഒരു റൂം എടുത്തു. അതിന്റെ പൈസ തിരിച്ചെങ്ങനെ പിടിക്കാം? കളർ ലുക്കോ നോക്കലും മന്ദ കുത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ, കമ്മിറ്റിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ അങ്ങനെ പറ. എന്തിന് കമ്മിറ്റിയുടെ പറഞ്ഞ കല്യാണം കഴിഞ്ഞതാ? അങ്ങനല്ലേ? കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാലേ ഭയങ്കര പ്രശ്നങ്ങളാ കുറെ പേരൊക്കെ. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവനെ തന്നെ വിശ്വാസം ഉണ്ടോ എനക്ക്? അതാ ഇവന് നല്ല പ്രായമുണ്ട്, 31 വയസ്സുണ്ട്. ശരിക്കും നിനക്ക് എത്ര വയസ്സാണ്? അടുത്ത വർഷം ട്രോമ കേട്ടോ, ബർത്ത്ഡേ ആഘോഷിക്കണ്ട. അടുത്ത വർഷം 30ലേക്ക് എൻ്റർ ചെയ്താൽ ഞാൻ സെലിബ്രേഷൻ ഇല്ല. അടുത്ത വർഷം ഇത് ലാസ്റ്റ് ബർത്ത്ഡേ ആണ്. എന്റെ ചേട്ടനാ ചേട്ടാന്നാ വിളിക്കണ്ടേ ശരിക്കും പറഞ്ഞ? നിന്റെ ചേട്ടനാ നിന്റെ 2-3 വയസ്സിന് മൂത്ത എന്തുവാ? 28 അവന് 30. നിനക്ക് 27, 28 അല്ലേ? 28 ആയില്ല. അവൻ അടുത്ത മാസം 30 എൻ്റർ ചെയ്യുക. റിസോർട്ട് ലൈവ് റിസോർട്ടിൽ പറഞ്ഞേ ഇവർക്ക് ചിലപ്പോ പേഴ്സണൽ സ്പേസ് ആയിരിക്കും. അതെ മാത്രമല്ല ഇപ്പൊ ലൈവായിട്ട് ഉണ്ടല്ലോ. ലൈവ് ഇല്ല ഇപ്പൊ ലൈവായിട്ട്. അതാ വേറൊരു പ്രശ്നം. അതാ പേടിക്കണ്ട, ലൈവ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചത് ലൈവ് എങ്ങനെയാണ്. നമുക്കിന്ന് മറ്റേ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്താലോ? സാമ്പിൾ വേണമെങ്കിൽ ഞങ്ങൾ ഇന്ന് ലൈവായിട്ട് വെച്ച് എങ്ങനെ ഇത് ചെയ്യുന്നത് കാണിച്ചുതരാം. ഇന്നൊരു അടിപൊളി നിങ്ങൾ രാത്രിത്തെ ഒരു ചെറിയ ഷോർട്ട് ലൈവ് വരും. അത് വെച്ചിട്ട് ഇല്ലാത്ത ഗ്ലാസ് കൈ പിടിക്കുകയും വായിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഇന്ന് കാണിച്ചുതരാം. ഇത് കാണിക്കാൻ പറ്റില്ല. ഐഡിയ കിട്ടിയില്ല. ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ജോ ഫെർണി അതാണ് ഐഡി. കുറെ കോഴികൾ വരും കേട്ടോ. ഒറ്റ വർണ്ണത്തിനെ മൈൻഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിടണം. സാംസങ് അടിച്ചു നോക്കി നീ ഫോളോ ചെയ്യണം അങ്ങോട്ട്. നിനക്കൊക്കെ കാണുമ്പോ അവന്റെയൊക്കെ ഇൻസ്റ്റ ഐഡി അല്ലെ പോയാൽ ഇനി ഇറക്കി വിടും. ഒരു കൺഫേം ഗൈസ്. അപ്പൊ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞങ്ങള് ബാക്കി പൈസ കൊടുക്കണം. അതെ അടുത്ത പ്രശ്നമാവും. അപ്പൊ സ്പെല്ലിംഗ് അറിയാത്ത നീ ഒന്നും അവളെ ഫോളോ ചെയ്യണ്ട. ജോ ഫെർണിമോൾ ഇതാണ്. ഒന്നുകൂടെ പറയാം. സ്പെല്ലിംഗ് അറിയാത്ത അവളുടെ ഐഡിയ ഒരിക്കൽ ശല്യപ്പെടുത്തുന്നു. പിന്നെ ബൈ ദ വേ അക്കൗണ്ട് അച്ഛനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ആലോചിച്ചിട്ട് വേണം മെസ്സേജ് അയക്കാൻ. അപ്പൊ നിർത്തുവാണേ. പഞ്ചാബിന്റെ കോട്ടയാണ് ഇവിടെ. മറ്റൊരു വീഡിയോ അല്ലേ? അല്ല പുള്ളിക്കാരിങ്ങനെ മറ്റേ തൊപ്പിയിലിങ്ങനെ മൈക്ക് വെച്ച് കഞ്ചാവിന്റെ കോട്ടയാണ് ഇവിടെ, നിങ്ങൾ ഞാൻ പിടിച്ചു തരും. അപ്പോൾ കേസ് അപ്പോൾ നമ്മൾ നിർത്തുക. നമ്മളവിടെ എൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലൈവ് കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ടി വിയിലെ എല്ലാവരും കൂടെ ഒരു ലെഗോയുടെ ഒരു സെറ്റ് തന്നായിരുന്നു ഗിഫ്റ്റായിട്ട്, മറ്റേ വേൾഡ് കപ്പ്. അപ്പോൾ വേൾഡ് കപ്പാണ് എനിക്ക് ലെഗോ സെറ്റ് കിട്ടിയത്. അപ്പോൾ ആ ലെഗോ സെറ്റ് നമുക്ക് ലൈവ് ഇട്ട് പണിയാം. ഓക്കെ, ഞങ്ങൾ ലൈവ് ഇട്ട് പണിയാൻ പോകണം ലെഗോ. ഇല്ല, കംപ്ലീറ്റ് ഒറ്റ ലൈവ് തീർക്കണില്ല, ലൈവ് ഇട്ട് പണിയാനാണ്.
കോച്ച് തമിഴ്നാട് പോകുന്നതിന് മുമ്പ് കോച്ചും ഞാനിവിടെ ഒരുമിച്ചിരുന്ന് ഗൈസ് എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഫോണിൽ കൂടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലൈവ് ആപ്പിലാണ് വന്നത്. അതിനകത്ത് ഹോസ്റ്റ് ഇല്ല ഗൈസ്. ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ ടാറ്റ. അപ്പോൾ TV സൈനിങ് ഓഫ്. ബൈ ടാറ്റ.